വീട്ടിലെ ഫ്രിഡ്ജ് കണ്ടപ്പോൾ ഫ്രിഡ്ജൊന്നും തുറന്ന് ഇതിനകത്തോട്ടുണ്ട്. ഗ്രേസ് BA ഭരതനാട്യം. ഓടാൻ പോയിട്ട് ഒരു ആഢ്യത്വമൊക്കെ ഉണ്ട്. അത് വേണമല്ലോ, അതില്ല ഉണ്ട്. ഒരു കോമാളിയുടെ സൈഡിൽ നിൽപ്പുണ്ട്. ഒന്ന് തിരിച്ചാ ഞാൻ ഈ സിനിമയില് ഗ്രേസ് ഒരു വിലയില്ല. അല്ല മറ്റേത് പറയുമ്പോ ഭയങ്കര സിദ്ദിഖിക്ക എന്താ പറയാ, ബേസില് ഗ്രേസ് സിദ്ദിഖിക്ക മനോ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633888575. നുണക്കുഴിയുമായി ബേസിലും ഗ്രേസും. കൃഷ്ണകുമാർ സാർ, വെൽക്കം ടു മൂവി. താങ്ക് യു. എന്താണ് നുണക്കുഴി? നുണകളുടെ ഒരു കുഴിയാണ്. നുണകൾ പറഞ്ഞ് ആൾക്കാർ ചെന്ന് വീഴുന്ന ഒരു കുഴിയാണ്. അതാണ് നുണക്കുഴി. നമ്മുടെ ഇവിടുത്തെ നുണക്കുഴിയുമായിട്ട് തന്നെ ബന്ധമൊന്നുമില്ല. ഈ നുണക്കുഴിയുള്ളവർ കള്ളം പറയുമെന്നൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പോൾ പണ്ടൊന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തവർ പറയുന്നുണ്ടായിരുന്നു ഈ നുണക്കുഴി ഉള്ളവർ കള്ളം പറയും, അതുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടത്. അതുകൊണ്ടല്ല, ഇത് കള്ളം പറയുന്ന കുറച്ച് ആൾക്കാരാണ്. പ്രത്യേക സാഹചര്യത്തിൽ കള്ളം പറയേണ്ടി വന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി കള്ളം പറഞ്ഞ് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോയി വീഴുന്ന ആൾക്കാരുടെ കഥയാണ്. ശരിക്കും ഈ കുഴിക്ക് നുണക്കുഴി എന്ന് പറയാൻ കാരണം എന്താ? അതെനിക്കറിയത്തില്ല, അതെനിക്ക് വിശ്വാസമില്ല. കാരണം ബേസിലിന് ചെറിയ നുണക്കുഴിയുണ്ട്. അപ്പൊ അത് നുണ പറയാത്തവർക്കാന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. അത് വിശ്വാസം, അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. അപ്പൊ അതില്ല. അല്ലെ, ഓക്കെ. ഡിംപിൾ എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. ഡിംപിൾ. മലയാളികളാണ് നുണ കുഴി. അതെ, മലയാളികളാണ് നശിപ്പിച്ചത് ആ സൗന്ദര്യത്തെ. നുണക്കുഴി ഭയങ്കര രസമല്ലേ കാണാനായിട്ട്? നുണക്കുഴി ഉള്ളവര് ആദ്യം വേറൊരു പേരായിരുന്നു ഇട്ടിരുന്നത്, പിന്നെ അത് മാറ്റിയിട്ടാണ് നുണക്കുഴി മാറ്റി. ആ ഇട്ട പേര് ഈ സിനിമയ്ക്കകത്തൊരു സിനിമയിൽ ആദ്യത്തെ പേരാ. ഈ ചിത്രത്തില് വേറെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുമ്പോ ബേസില് ഗ്രേസ്, സിദ്ദിഖിക്ക. ബേസില് ഗ്രേസ് ഒരു വിലയില്ല. അല്ല മറ്റേത് പറയുമ്പോ ഭയങ്കര സിദ്ദിഖിക്ക എന്താ പറയാ, ബേസില് ഗ്രേസ് സിദ്ദിഖിക്ക മനോ. അങ്ങനെ തുടങ്ങി ഒരു കൂട്ടം എന്താണ് കോമഡി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്ന, റിയലിസ്റ്റിക്കും സ്ലാപ്സ്റ്റിക് ഒക്കെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന കുറെ ആക്ടേഴ്സിന്റെ അത് പാർട്ടാണ്. ഇപ്പൊ നമുക്ക് കുറെ നാളായിട്ട് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ളൊരു സ്പേസ് ഉണ്ടോ? ഇപ്പൊ നമ്മള് ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ്, ജഗതി ചേട്ടൻ, ഇന്ത്യൻ ചേട്ടൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് കണ്ടാസ് ഇനി ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള സംഗതി. പക്ഷെ വേറൊരു തരത്തിൽ അതിനൊക്കെ റീപ്ലേസ് ആയിട്ട് കരുതുന്നില്ല. അങ്ങനെയല്ല, ഞാൻ ഒരു കമ്പയർ ചെയ്യല്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഇങ്ങനത്തെ കോമഡി വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്ന ആക്ടേഴ്സിനെ വെച്ചിട്ടൊരു ഇതാണ് പ്രേക്ഷക നടത്തത്തിൽ എനിക്ക് ഇതിനെ ആദ്യം കണ്ടപ്പോൾ തോന്നിയൊരു എക്സൈറ്റ്മെന്റ്. അത് ഈ ചിത്രത്തിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ? അതെ, ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു കോമഡി ഓഫ് എറേഴ്സ് ആണ്. ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്ക് പോയി, അടുത്ത പ്രശ്നത്തിലേക്ക് പോയി, അതിങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. നമ്മൾ തിരിക്കി കൊളുത്തുന്ന പോലെ ഒരു പ്രശ്നം അടുത്ത പ്രശ്നത്തിലേക്ക് കയറി അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പല പല ട്രാക്കുകളാണ്. എൻ്റെ ട്രാക്കുണ്ട്, വേറെ ഗ്രേസിൻ്റെ ഒരു ട്രാക്കുണ്ട്, സിദ്ദിഖിക്ക, മനോജ് ചേട്ടൻ അവരുടെ ഒരു ട്രാക്കുണ്ട്, ബൈജേട്ടൻ്റെ ഒരു ട്രാക്കുണ്ട്. അങ്ങനെ പല ട്രാക്കുകളാണ്. ഇത് അൽത്താഫിൻ്റെ ഒരു ട്രാക്ക്. ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എല്ലാം കൂടെ ഭയങ്കര കണക്ട് ചെയ്ത് ഇത് ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കും, ഈ പ്രശ്നം മറ്റേ ട്രാക്കിലെ പ്രശ്നത്തിനെ കൂടുതൽ വഷളാക്കുന്നു, അത് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ കൂടുതൽ, അതങ്ങനെ എസ്കലേറ്റ് പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഗ്രാഫാണ് മൊത്തത്തിൽ മുറുകിക്കൊണ്ടിരിക്കുക. അവസാനം വരെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ സിറ്റുവേഷൻസ് വളരെ ഫേവറബിൾ ആണ്. അതായത് ആക്ടേഴ്സിന് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത്
നന്നായിട്ട് അത് പെർഫോം ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ അത് ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. നമുക്കത് വെൽ പ്ലേസ്ഡ് ആയിട്ടൊരു സ്റ്റേജ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് സ്ക്രിപ്റ്റിൽ. അപ്പോൾ ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇനി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ ഈ കാസ്റ്റിംഗ് പറയുമ്പോൾ ഓരോ കാസ്റ്റിംഗ് ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ റോള് അത് ബൈച്ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ലിഫ്റ്റ് ആവും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇത് വരുമ്പോൾ അതിനൊരു വേറെ രസമുണ്ടാവും. സിദ്ദിഖിക്കയുടെ ഒരു കാസ്റ്റിംഗ് പറയുന്നു. അപ്പോൾ അതിങ്ങനെ സിദ്ദിഖിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറൊരു കളറാണ്. മനോജ് ചേട്ടൻ മറ്റേ റോൾ മനോജ് ചേട്ടൻ, വാവ്, ബിനു പപ്പു, നിഖില, ഗ്രേസ്, അജു വർഗീസ്, സൈജു കുറുപ്പ്. അപ്പോൾ ഇതെല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ് അവരവരുടേതായിട്ടുള്ള, ചിലർക്ക് സ്ക്രീൻ ടൈമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോൾ സിദ്ദിഖൊക്കെ നമ്മൾ കോമഡി റോളുകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്, എല്ലാ ടൈപ്പ് റോളും ചെയ്തിട്ടുള്ള ആളാണ്, ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമർ റോളുകൾ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഇൻഹരിയർ നഗർ മുതൽ ഈവൻ ചോട്ടാ മുംബൈയിലൊക്കെ ഭയങ്കര രസമായിട്ട് ലൗഡായിട്ടൊക്കെ ഹ്യൂമർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളുടെ കൂടെ കോമ്പിനേഷൻ സീനിൽ ഹ്യൂമർ ചെയ്യേണ്ടവർ, ബൈജു ചേട്ടൻ ഹ്യൂമർ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നും തക്കടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിലും അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്. ഗ്രേസ് ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ ഗ്രേസ് അവിടെ നിന്നിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ അഴിഞ്ഞാടാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ചെയ്യുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്കൊക്കെ മുമ്പിൽ സിദ്ദിഖൊക്കെ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ നമ്മുടെ ഇൻഹരിയർ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. റിയാക്ഷനൊക്കെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ലൗഡ്നെസ് കുറെ കാലമായി സിദ്ദിഖ് അങ്ങനെ കുറച്ച് ലൗഡ്നെസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ദിലീപേട്ടന്റെ മറ്റേ സിനിമയിലെ വോയിസ് ഓഫ് അതല്ല, അതിനും മറ്റേ സിനിമ വിക്കുള്ള ബാലൻ വക്കീല്, അതെ, അതിലാന്ന് തോന്നുന്നു കുറച്ച് ലൗഡായിട്ടുള്ള ഒരു ഹ്യൂമർ ഈ അടുത്ത് റീസെന്റ് എന്റെ ഓർമ്മയില്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതെ അതെ ശരി, അതെ വോയിസ് ഓഫ് സത്യാനിലും കുറച്ചുണ്ട്. അപ്പൊ അങ്ങനെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് കോമഡി ചെയ്യുന്നു, അമ്മേ എന്നൊക്കെ പറയുന്നത് വരിക. അതായത് നമുക്ക് കാണുമ്പോഴും നമ്മൾ ചെറുപ്പകാലത്ത് കണ്ടതൊക്കെ ഓർമ്മ വരുമല്ലോ. മനോജ് ചേട്ടനാണെങ്കിലും ഭയങ്കര ലൗഡായിട്ട് ഹ്യൂമർ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് തോന്നിയായിരുന്നു. ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഒരു സിനിമയിൽ. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എന്നാൽ പോലും ഇവരെല്ലാവരും ഇത്രയും പേര് ഒരുമിച്ച് വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അതൊരു ചലഞ്ചും കൂടെ ആയിരുന്നു, ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഒപ്പത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം നമുക്ക് കുറേ പഠിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പരിപാടി ഓൾറെഡി വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങിലും സിറ്റുവേഷൻസും എല്ലാം കൂടെ വരുന്ന ഒരു സ്പേസിൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ വേറൊരു കളറായിട്ട് വരുമെന്ന് തന്നെയാണ് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പല ജനറേഷനിലുള്ള ആർട്ടിസ്റ്റുകളാണല്ലോ ഹ്യൂമർ ചെയ്യുന്ന കാര്യത്തിൽ. നമ്മുടെ പഴയ നമ്മൾ ഈ പറഞ്ഞ പോലെ 90s കണ്ട ഹ്യൂമർ തകർത്തു വാരിയ ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ, പിന്നെ അത് കഴിഞ്ഞ് വന്ന കുറച്ച് ആൾക്കാർ, പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഹ്യൂമർ ചെയ്യുന്ന ഇപ്പോൾ ബേസലായാലും അൽത്താഫ് ആയാലും ഗ്രേസ് ആയാലും അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതിനകത്തിൽ. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പത്തേക്ക് ഒരു ഇതെടുത്ത് അജു ഒക്കെ അന്നത്തെ കാലത്തെ ഹ്യൂമറിന്റെ രാജാക്കന്മാരാണ്. അതിനു മുമ്പ് ഒരു 20-25 വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിദ്ദിഖേട്ടനും ബൈച്ചേട്ടനും ഒക്കെ അന്നത്തെ രാജാക്കന്മാരാണ്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ നല്ല പോലെ ബ്ലെൻഡായി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിത്തു സാറിന്റെ ചിത്രത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ജിത്തു സാറിന് നമുക്ക് മൈ ബോസ്, ദൃശ്യം ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ ഓർമ്മ വരും. പക്ഷെ അദ്ദേഹത്തിന്റെ കോമഡി ട്രാക്കിലുള്ള ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള മൈ ബോസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ജിത്തു ജോസഫ് എന്നൊരു ഡയറക്ടർ? എനിക്ക് കഥ കേൾക്കാൻ പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ത്രില്ലർ സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതെങ്കിലും കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ കൊലപാതകം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടൊക്കെയുള്ള എന്തെങ്കിലും പരിപാടിയായിരിക്കും എന്നാണ്. അല്ല, ഞാൻ കഥ പറയാൻ ചെല്ലുമ്പോൾ എന്താ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജിത്തു വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഒരു പടമുണ്ട്, കൃഷ്ണകുമാർ വന്ന് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും ഞാൻ 2 ത്രില്ലർ സിനിമ എഴുതിയിരിക്കുന്നത്, കൂമൻ റൈറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 12th മാനായാലും കൂമനായാലും ഞാൻ കഥ പറയാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ബേസിൽ ഏതാണ്ട് ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ റെഡി ആയിരിക്കായിരുന്നു. അപ്പം ത്രില്ലറല്ലാന്ന് കേട്ടതോടുകൂടി പുള്ളി ഭയങ്കര നിരാശയായി. ഓ, ഇതും ഹ്യൂമറാണ് വീണ്ടും ഹ്യൂമർ പറഞ്ഞിട്ട്. കാരണം ഒരു CBI മൂഡിലൊക്കെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആ ഒരു ചിന്തയായിരുന്നു. കാരണം പോലീസ് അല്ല എന്ന് അറിയായിരുന്നു. അപ്പം അതിനുള്ള ഒരു കോഴ്സ് അതൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു എന്നൊക്കെ എന്നോട് പിന്നീട് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ അത് അതല്ല സീരിയസ് ആണ്. ഒരു തോക്കൊക്കെ മേടിച്ചിരുന്നു. തോക്കല്ല, മറ്റേ ഈ ഷെർലക് ഹോംസിന്റെ പൈപ്പൊക്കെ ഉണ്ടല്ലോ മറ്റേ അത് വെക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ക്യാപ്പൊക്കെ വെച്ച് അങ്ങനെയൊക്കെ. അപ്പൊ കുറച്ച് കാര്യമുണ്ട്, കുറച്ച് ഇതുമാണ്.
അതിനെ നമ്മളിപ്പോൾ സിനിമ കണ്ടറിയാം. സിനിമയിൽ ഇപ്പോൾ ടീസർ വന്നിട്ടുണ്ട്. അതിനകത്തിൽ ബേസിലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ കോട്ടും ഒക്കെ അതൊക്കെ ആ ഒരു ഇത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്തായാലും കോട്ട് മനസ്സിലായി. മിനിമം എനിക്ക് കോട്ടെങ്കിലും വേണം. അതെ, അങ്ങനെ കുറെ ഡിമാൻഡ്സ് ഉണ്ട് അത് വേണം ഇത് വേണം. അതുപോലെ വേറൊരു സംഗതി എന്ന് വെച്ചിട്ട് ബേസിൽ ഇപ്പൊ ഫാലിമി ആണെങ്കിലും കടനകരോരോ ആണെങ്കിലും ബേസിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കമ്മിങ് ഏജ് കൃത്യമായിട്ടുള്ള കറന്റ് സിനാരിയോ അഡ്രസ് ചെയ്യുന്ന ചിത്രങ്ങളാണല്ലോ. എന്താണ് ജോലി സർവൈവ് ചെയ്യലും ജീവിക്കാൻ സർവൈവ് ചെയ്യുന്നു. പക്ഷെ നേരെ തിരിച്ച് ഇതിൻ്റെ അകത്ത് ഐ എം എ റിച്ച് മാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അല്ലാതെ ഇപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ആയില്ലേ? അതെ, നമ്മളെല്ലാം മുന്നേ കൂട്ടി കണ്ടിട്ട് എഴുതുകയാണല്ലോ. ഐ എം എ റിച്ച് മാൻ. അല്ല, റെഗുലർ ഗൈ ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടേഴ്സിലാണ് എന്റെ ലുക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും എന്നെ അങ്ങനെ തന്നെയാണ്. ബേസിക് ബേസിൽ ബേസിക് ആയിരുന്നു. അപ്പൊ ഗുരുവായൂരമ്മ നടയില് കുറച്ച് റിച്ച് ആയിരുന്നു. പക്ഷെ ഇത് അതിനെക്കാളിലൊക്കെ ഭയങ്കര റിച്ച് ആണ്. ഇത് ഭയങ്കര ഇമ്മൻസ്ലി റിച്ച് ആണ്. കുറെ ക്യാരക്ടറിൽ മാത്രമേ ഉള്ളൂ അത്. അത്രേ ഉള്ളൂ. സ്വഭാവം വളരെ ലോക്കൽ. അതായത് ഇവന്റെ അച്ഛൻ കോടാനുകോടി സ്വത്തുകൾ ആസ്തിയുള്ളൊരു കുടുംബം. അപ്പൊ ഇവന്റെ അച്ഛൻ ഇത് കമ്പനികൾ എസ്റ്റേറ്റുകൾ അത് ഇതൊക്കെ ഉണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാട്ടോ. പെട്ടെന്ന് ഒരു ദിവസം പുള്ളി മരിച്ചുപോയി. അപ്പൊ ഇതല്ല ഇവന്റെ തലയിൽ എന്ന് പറഞ്ഞാൽ ഇവനത് നോക്കണം. ഇവനാണ് അടുത്ത ഏക അവകാശി. ഇവനാണ് ഒറ്റ മോനേ ഉള്ളൂ. ഇവനെന്നാ ഇതൊന്നും അറിഞ്ഞൂടാ. എന്താണ് ഇത്? അതിനുള്ളൊരു മെച്യൂരിറ്റി ഇല്ല. ഇതൊക്കെ വലിയ കമ്പനിയോ എന്താണ് ഒരു ഐഡിയ ഇല്ല. അപ്പം കോട്ടൊക്കെ ഇട്ട് വന്ന് ഓഫീസിൽ വന്നിരുന്ന് മറ്റേ ചന്ദ്രലേഖയിലെ 100-നെ പോലെയാണ്. കോട്ടിട്ട് വരുമ്പോ നമ്മളെ എന്തും ഭയങ്കര മലമറിക്കാൻ പോവാണെന്നുള്ള രീതിയിലാണ് വരവും. ഡോറ് തുറന്നു കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഡോറ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരും. അങ്ങനത്തെ സോറി സാർ സ്വന്തമായിട്ട് തുറക്കുമല്ലോ, തള്ളിയാ തുറക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാടാവുന്ന തരത്തിലാണ്. പക്ഷെ ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡിൽ പിടിച്ചു വെക്കാന്ന് വിചാരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിവരമില്ല. അപ്പൊ അകത്ത് കയറിയിട്ട് എവിടെ ഫ്രഷ് ഫ്ലവേഴ്സ്, എവിടെ എനിക്ക് നട്ട്സ് വേണമെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെയാണ്. ഡോറ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഗെയിം കളിച്ചോണ്ടിരിക്കില്ല. അവന് ഒരു കുന്നു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നടത്തിക്കോ. അമ്മയൊക്കെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ചു, നീ ഒന്ന് അവിടെ പോയി ഇരുന്ന് തന്നാ മതി, എങ്ങനെയെങ്കിലും അവന്മാരൊക്കെ നടത്തിക്കോളൂ എന്നൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് മമ്മി എന്നല്ലേ, മമ്മിയുടെ പ്രഷറുണ്ട്, പോയി ഇരുന്നേ. പിന്നെ അതിനിടയ്ക്ക് വേറെ സംഭവം കൊണ്ടുണ്ട്. റീസെന്റ് മാരീഡ് ആണ്. അപ്പൊ ആണെങ്കിൽ ഓഫീസിൽ വരാൻ ഒട്ടും താല്പര്യമില്ല. വർക്ക് ഫ്രം ഹോമാണ് പുള്ളിയുടെ ഒരു താല്പര്യം തന്നെ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഭാര്യയുടെ കൂടെ ഒന്നിരിക്കാന്നുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരുത്തനാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ ഭയങ്കര പ്രശ്നങ്ങളിൽ ചെന്ന് വിടുമ്പോൾ പോലീസ് വരുന്നു. ഭയങ്കര വലിയ വലിയ കേസുകളിലേക്കൊക്കെ ആൾ ഒറ്റ രാത്രി കൊണ്ട് ചെന്ന് എത്തിപ്പെടുന്നത്. ഒറ്റ രാത്രി നടക്കുന്ന കഥകളാണ്. അപ്പോൾ പക്ഷേ അന്നേരത്തേക്കും കോട്ടൊക്കെ പോവും. ഈ പറയുന്ന ഈ ടീഷർട്ടിലേക്കൊക്കെ എത്തും ആള്. അപ്പൊ ആരും വിശ്വസിക്കുന്നൊന്നുമില്ല വലിയ റിച്ച് മാൻ ആണെന്നൊന്നും പറയുമ്പോൾ. പോലീസൊന്നും പോടെ എന്നൊക്കെ പറയും. ഇല്ല സാർ, ഐ എം ബേസിക്കലി എ റിച്ച് മാൻ. അല്ല, അത് ഇത്രയും പാവത്തിലല്ല പറയുന്നത്. ഭയങ്കര അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ടാ പറയുന്നത്. എന്നാ പറഞ്ഞു റെസ്പെക്ട് കണ്ടിട്ട് തോന്നേ ഇല്ല ഇവൻ റിച്ച് മാൻ ആണെന്നോ ഭയങ്കര വലിയ പുള്ളിയാണെന്നോ. ലുക്ക് കൊണ്ട് ഒരു ലുക്കില്ലെന്ന്. അതാ. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞു വരുമ്പോ പഴയ പോലെയൊക്കെ തന്നെ. ഫാലിമിയും കഠിന കടോരൊക്കെ പോലെ, കഠിന കടോരമി അണ്ടകടാവൊക്കെ പോലെ കഷ്ടപ്പാട് തന്നെയാ. വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുറച്ച് റിച്ച് ഉണ്ട്, പിന്നെ പറയണോ റിച്ചാണ് മാൻ. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് കയ്യിലിരിപ്പ്, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഇയാള് പോയി ചെന്ന് ചാടിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേറൊരാളോട് പറയാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. നമുക്കൊരാളോട് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ഇതൊന്ന് സോൾവ് അതിനൊരു സ്പേസ് ഇല്ല. അതുകൊണ്ട് പിന്നെ സ്വന്തമായിട്ട് ഇറങ്ങി പുറപ്പെടുക ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്. അതിനുള്ള യാതൊരു മെച്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. എന്ത് മുന്നിൽ കാണുന്നോ അതങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പുതിയ പുതിയ പ്രശ്നങ്ങൾ എടുത്ത് തലയിലേക്ക് വെക്കുന്നത്. ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കറന്റ് മലയാള സിനിമയിൽ സത്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ലില്ലിക്കുട്ടിയെ പ്രസന്റ് ചെയ്തതിന് ശേഷിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ലില്ലിക്കുട്ടിന്റെ എന്താണ് ബേസിന്റെ ആ ചാട്ടം കാര്യങ്ങളൊക്കെ ആ നടത്തമൊക്കെ സംഗതി ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നുണക്കുഴി ഇനി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. അപ്പം ഇപ്പൊ ലില്ലിക്കുട്ടി എക്സൈറ്റ് ചെയ്യിപ്പിച്ചപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഗ്രേസ് ആ പ്രസന്റേഷൻ മറ്റേ ചാട്ടമൊക്കെ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് BA ഭരതനാട്യമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത്. അത് ശരി. ഇടയ്ക്ക് കയറി ടഗ് നല്ല ഷർട്ടാണല്ലോ.
അങ്ങനെയൊന്നുമില്ല. ഒരു ആഢ്യത്വമൊക്കെ ഉണ്ട്. ആ. അത് വേണമല്ലോ. അത് ഫേസിലില്ലേ? അതില്ല, ഉണ്ട്. അത് നിങ്ങൾ എടുത്തായിരുന്നോ? അതെന്താ ഇല്ല അത് പറഞ്ഞില്ല. സിനിമയൊക്കെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെയാണ് ആൾക്കാർക്ക് കാര്യം. അപ്പം നമുക്ക് വീണ്ടും ഒരു എക്സൈറ്റഡ് ആയിട്ട് ബൈചേട്ടനോട് നമ്മുടെ ഒപ്പം ചേരുന്നിരിക്കാം. പേര് മാറിയൊക്കെ ഇരിക്കും. വൈകിട്ടും ചേർന്നിരിക്കാന്ന്. വിരിഞ്ഞിരുന്നതാണ് പിന്നെ കുറച്ചായി. ഒന്ന് വിരിഞ്ഞായിരുന്നു. അപ്പം ഭരതനാട്യം, നമ്മുടെ ലില്ലിക്കുട്ടിയും ഭരതനാട്യവും നുണക്കുഴിയും. അല്ല അങ്ങനെ മൂന്നും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭരതനാട്യമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. ഏയ് അതിനും ബന്ധമൊന്നുമില്ല. ഗ്രേസ് BA അല്ല ഭരതനാട്യം. അത് പോട്ടെ, ഇന്ന് എന്ത് ഡ്രസ് ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ഓടാൻ പോയിട്ട് വന്നു. എനിക്കറിയില്ല എന്തെങ്കിലും കിട്ടുമോ. അതെ. ഈ ക്യാരക്ടർ ആക്ച്വലി രശ്മിക എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. രശ്മിത. അയ്യോ എനിക്ക് എപ്പോഴും രശ്മിക. യെസ്. അപ്പൊ ഈ നമ്മുടെ എബി സക്കറിയെ കുടുങ്ങി പോകുന്ന ചില സാഹചര്യങ്ങളിൽ ഞാൻ ചെറുതായിട്ട് പെട്ടു പോകുന്നുണ്ട്. അപ്പം മോനെ എന്റെ ഫോണിന്റെ പുറത്താണോ നീ ഇരിക്കുന്നത്? ആ ശരിയാണ്. അവര് പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് ബേസിലായിട്ടും ബൈസൈഡിനായിട്ടും അഞ്ചായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ വരുന്നത്. നന്നായി അതുകൊണ്ട്. അതെ. പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ഗ്രേസിന്റെ കോമ്പിനേഷൻ അല്ല. എന്റെ സിറ്റുവേഷൻ എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ പെട്ട് കൂടെ വരുന്ന ആൾക്കാരുടെ ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ കാരണം ഞാനും വീണ്ടും വീണ്ടും ഊരാ കുടുക്കിലേക്ക് പെട്ടുപോകുന്ന സാഹചര്യമാണ്. അവിടെ സിറ്റുവേഷനിൽ വരുന്ന ഹ്യൂമറാണ് എനിക്ക്. പിന്നെ കള്ളം പറയും നല്ലപോലെ കള്ളം പറയും. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനും പറ്റില്ല. പറഞ്ഞോളയും ബൈചേട്ടനോടാണ് ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഓഫീസർ ആണല്ലോ. എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ ഒന്ന് സഹായിക്കാൻ നോക്കിയതിൽ ഞാൻ പെട്ടുപോയതാണ്. അപ്പൊ അത് പോലീസിനോട് എങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കുന്നുള്ളത് അത് ബൈചേട്ടൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് നുണ പറഞ്ഞു നിന്നോണ്ട് ഞാനും അത്യാവശ്യം തൊണ്ടി മുതലിലെ ഭഗതിനെ പോലെയാണ്. നുണയാന്ന് നമുക്കറിയാം, പക്ഷെ പുള്ളി പറയണത് ഇനിയിപ്പോ സത്യമാണ്. ആ കോൺഫിഡൻസിലാണ് നുണ പറയുന്നത്. ഗ്രേസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ അകത്തും ഒരു സ്ലാപ്സ്റ്റിക് മൂഡിലാണല്ലോ കോമഡിയെ പ്രസന്റ് ചെയ്യുന്നത്. ഈ ചിത്രത്തിലെ എത്തരത്തിലാണ്? ഈ ചിത്രത്തിൽ അത്ര ഇല്ല സ്ലാപ്സ്റ്റിക് ഒരു പരിപാടി അങ്ങനെയില്ല. പിടിച്ചിട്ടില്ല. എല്ലാം ഇതെല്ലാം സിറ്റുവേഷൻ കൊണ്ട് വരുന്ന തമാശകൾ മാത്രമേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേസിന്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അങ്ങനെ തമാശ റോളല്ല, സീരിയസ് ആയിട്ടുള്ള റോളാണ്. വളരെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ തമാശ അല്ല, വളരെ സീരിയസ് സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു ഗ്രേസിന്റെ ക്യാരക്ടർ. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഇവര് തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നത്. അതോടുകൂടിയാണ് ഗ്രേസിന്റെ തകിടം മറിയുന്നതും ഗ്രേസിന്റെ സിറ്റുവേഷനും നമുക്കൊരു ഹ്യൂമറായി മാറുന്നതും. എബി സക്കറിയ പോകുന്ന എല്ലാ വഴികളും എല്ലാരും പെട്ടുപോകും. ഇയാളെല്ലായിരുന്നെങ്കിൽ കഥ പോലും നടക്കൂല. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എബി സക്കറിയുടെ ക്യാരക്ടർ. ബൈചേട്ടൻ പോലീസ് ഓഫീസറായിട്ട് മലയാളികൾ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ ചിത്രത്തിൻ്റെ അകത്ത് ഒരു കോമഡി ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ചിത്രം മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ എക്സൈറ്റ്മെന്റ്? ഇതൊരു ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ് അല്ലേ? ഒരു ദിവസം രാവിലെ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഒരു കഥയൊന്നും പറയാനും പറ്റില്ല. കഥ പറയാൻ അപ്പൊ അതിനകത്ത് ഒരു സ്ഥലത്തൊരു സംഭവം നടക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഇൻസ്പെക്ടർ അവിടെ വരുന്നു. പിന്നെ അതിന്റെ പുറകെ ചേസ് ചെയ്ത് പോകുന്ന പരിപാടികളാണ്. അപ്പൊ അങ്ങനെ ചേസ് ചെയ്ത് വരുമ്പോ ഇങ്ങനെ കുറെ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നു. ഇവര് പറയുന്നത് സത്യമാണോ ഇല്ലെന്ന് അറിയില്ല. ഈ ഇൻസ്പെക്ടറിനാകെ വട്ടാവുന്നു, ഇയാളാകെ കൺഫ്യൂഷൻ ആവുന്നു, ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതാവുന്നു. ബുദ്ധിക്കുറവുണ്ട്. ബുദ്ധി അത് എനിക്കറിയുള്ളൂ. ഞാൻ കുറച്ച് ബുദ്ധി കുറവുള്ളവനായിട്ട് അഭിനയിച്ചാണ്. പക്ഷെ ഷൂട്ടിനിടയ്ക്കിടയ്ക്ക് എന്നോട് ഒന്ന് ചോദിക്കുന്നു, ഇയാളൊരു മണ്ടനല്ലേ സ്വയമായിട്ട് മണ്ടൻ പിടിക്കുന്നതാണ് നല്ലത്. അല്ല, ഇപ്പൊ ഒരു സീരിയസ് ഇൻസ്പെക്ടർ ബലറാമൊന്നും അല്ലല്ലോ വലിയ സീരിയസ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു മണ്ടനാണ് ഈ കഥയ്ക്ക്. അങ്ങനെ ഒരു മണ്ടനാണ്. എല്ലാവരും മണ്ടന്മാരാണ്. അപ്പൊ ഞാൻ മാത്രമേ ഒരു മണ്ടനല്ലായിരിക്കേണ്ട ആവശ്യം. അപ്പൊ ഒരു രസമുള്ള പരിപാടിയാണ്. ഡയറക്ടർ മിന്നൽ മുരളി ഡയറക്ടറുമായിട്ടാണല്ലോ ഇതില് മെയിൻ നായകനായിട്ട് ഇപ്പൊ അഭിനയിക്കുന്നത്. ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ആ മാറ്റം? ബേസിലെ ഒരു ഗ്രോത്ത്? ഭയങ്കര ആളല്ലേ. ഇപ്പം ഫാമിലി സ്റ്റാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്.
അറിഞ്ഞില്ലേ? ഫാമിലി സ്റ്റാർ അങ്ങനെയാണ്. അതിപ്പോ മാറും റിച്ച് സ്റ്റാർ എന്നായി മാറും. അതിന് വേറൊരു ഇതുണ്ട്, വൈചേട്ടൻ വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സിനിമ കഴിയുമ്പോൾ മനസ്സിലാവും. മോൻ ഞങ്ങൾ പറയായിരുന്നു 90s ഉള്ള രീതിയിൽ ഒരുപാട് ഈ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആക്ടേഴ്സ് ഒരുമിച്ച ഒരു സാഹചര്യം. ഇന്ന് മലയാള സിനിമയിൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ. ഒരുപാട് കോമഡി ആക്കി നമ്മൾ മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിത്രമാണ് ഇതെന്ന ഒരു രീതിന്റെ പ്രൊമോഷൻ കണ്ടതിൽ നിന്ന് മനസ്സിലായത്. അല്ല, ഇത് എന്താ 90s കോമഡി അല്ലേ ഇപ്പോഴത്തെ ഹ്യൂമർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഒക്കെ ടേസ്റ്റ് വേറെയാണ്. അന്നത്തെ ഒരു ഈ മറിഞ്ഞു വീഴുക, അല്ലെങ്കിൽ പടിക്കെട്ടിലൂടെ ഉരുണ്ട് വീഴുക എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ ചിരിച്ചേക്കാം, എങ്കിലും കോമഡിയുടെ ഒക്കെ ഒരു നിലവാരം മാറി അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടക്കളിയെ, ഇനി എന്ത് കളിയാണെങ്കിലും, കൂട്ടക്കളിയാണെങ്കിലും ആണെങ്കിലും ഇതിനകത്തൊരു സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം വേണം, അതിനുള്ള സിറ്റുവേഷൻ വേണം. അതിൽ നിന്നുകൊണ്ട് പ്ലേ ചെയ്താൽ മാത്രമേ ഈ ചിരിയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നും ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും നിന്നാൽ ആരും ചിരിക്കില്ല. അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളും എല്ലാം കൂടെ ഒത്തു വന്നാൽ ചിരിക്കും. കോമഡി വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ 2 തരം ഉണ്ടല്ലോ. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഒറ്റക്ക് ഒരു സ്ക്രീനിൽ ഒരു ക്ലോസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ഫേസിൽ എക്സ്പ്രഷനിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് 3-4 ആക്ടേഴ്സുമായിട്ട് നിന്നിട്ട് ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു ആക്ടിങ്ങിൽ ഒരു കോമഡി വർക്കൗട്ട് ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ. അത് ഈ ചിത്രത്തിൽ എങ്ങനെയാണ്? എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒറ്റയ്ക്ക് ഈവൻ ഇയാൾ പെട്ടുപോകുന്ന സിറ്റുവേഷനും ഉണ്ട്. അതേസമയം ഇതെല്ലാം ഗ്രൂപ്പിലേക്ക് എത്തുന്നതിലേക്ക് അത് പിന്നെ അങ്ങനെ പോകും. അപ്പോൾ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അത് ഗ്രൂപ്പാണോ ഒറ്റയ്ക്കാണോ എന്നുള്ളതല്ല. സിറ്റുവേഷൻ ഭയങ്കര ഹ്യൂമറസ് ആണെങ്കിൽ അവിടെ അയാൾ എത്ര സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ അയാൾ അവിടെ നിന്ന് കരഞ്ഞാലും അത് ആൾക്കാർക്ക് ചിലപ്പോൾ ചിരിയാണ് വരിക. ഇപ്പോൾ ഫാലിമി എന്ന് പറയുന്ന സിനിമയിൽ അപ്പൂപ്പൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിതയുടെ മുമ്പിൽ നിന്ന് കരയുന്ന മൊമെന്റിൽ ആൾക്കാർ അയാളുടെ കൂടെ നിന്ന് കരയും. അതേസമയം നേരെ കട്ട് തിരുവനന്തപുരത്തേക്ക് കാണിക്കുന്നു അപ്പൂപ്പൻ മരിച്ചിട്ടില്ല എന്ന് ഓഡിയൻസിനെ കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാളത് ഏതോ ഒരു ചിതയുടെ മുമ്പിലൊന്നും ഇയാൾ വാവിട്ട് കരയുകയാണ്. അതേ കരച്ചിലാണ് കരയുന്നത്, പക്ഷെ അന്നേരം ഓഡിയൻസ് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ സിറ്റുവേഷനാണ് ബേസിക്കലി, ആ മൊമെന്റ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് സ്ക്രിപ്റ്റിൽ വളരെ എന്താ പറയുക, വളരെ ക്ലെവർലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കും കൂട്ടമായിട്ടുള്ള സീനുകളാണ് കൂടുതൽ. കൂട്ടമായിട്ടെന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. അവനും നുണ പറയുന്നു, ഇവനും നുണ പറയുന്നു, മറ്റേയാളും നുണ പറയുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവസാനം ഇവർ തമ്മിൽ അടിയാവുന്നത്. അപ്പോൾ അന്നേരം കുറച്ച് ബോഡി ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്താലും അതൊന്നും ലൗഡ് ആവത്തില്ല. ലൗഡ് ആവാണ്ടാത്ത സാഹചര്യത്തിൽ വെറുതെ ലൗഡ് ആവാൻ നോക്കുമ്പോഴാണ് അത് ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ട് പോകുന്നത്. ഇങ്ങനത്തെ സാഹചര്യം ഭയങ്കര ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ലൗഡായാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ലൗഡ്നെസ് ഉണ്ട് ഈ സിനിമയിൽ. ലൗഡായിട്ടുള്ള ഹ്യൂമർ ചെയ്യുന്നുണ്ട്, ചെറിയ സട്ടിലായിട്ടുള്ള മൊമെന്റ്സും ഉണ്ട്, റിയാക്ഷൻസിൽ ചെറിയ കോമഡി ഉണ്ട്. ബേസിക്കലി ഇതാണ്, ആ സിറ്റുവേഷനാണ്, സ്ക്രിപ്റ്റാണ് ബേസിക്കലി. ക്യാരക്ടറിന്റെ അന്നേരത്തെ അവസ്ഥയാണ് ആൾക്കാരെ ചിരിപ്പിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം. എല്ലാ കഥാപാത്രങ്ങളുടെയും അതെല്ലാവർക്കും ക്ലീൻ ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. എത്ര നാളെടുത്തു ഒരു 3 months, 3 മാസം 4 മാസം. ഈ സീനിയേഴ്സ് ആക്ടേഴ്സുമായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾക്ക് 2 പേർക്കും തോന്നിയ ഒരു സംഗതി ഒക്കെയാണ്. ഈ കോമഡി വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് ഇവര് എന്താണ് ഓൺ ദി സ്പോട്ടിൽ പല സാധനങ്ങളൊക്കെ ഇടും എന്ന രീതിയിൽ, അല്ലെങ്കിൽ പല സംഭാഷണങ്ങൾ, പല എക്സ്പ്രഷൻസ് ഇടും ഇങ്ങനെ പറഞ്ഞ് മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളെ നിങ്ങൾ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? ഒരു ആക്ടർ എന്ന നിലയിൽ ആ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? എനിക്ക് കുറെ തോന്നിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ സീനിൽ എനിക്ക് കുറെ ബൈചേട്ടൻ്റെ റിയാക്ഷനിൽ നിന്ന് എനിക്ക് കുറെ സാധനങ്ങൾ ഇടാനായിട്ട്, നമ്മളതങ്ങനെ പറഞ്ഞ് ചെയ്യുന്നതല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് നമുക്ക് തരുമ്പോൾ നമ്മൾ അറിയാതെ ആ ക്യാരക്ടറിനെ അങ്ങ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകും. ഈ ചില സീക്വൻസ് ഒക്കെ ബൈചേട്ടൻ്റെ റിയാക്ഷൻ കാരണം എനിക്ക് വന്നു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അത്ര എന്റെ ഗതികേടിൽ നിന്ന് ഞാൻ ആ രശ്മിത അത് പറഞ്ഞു തോന്നുന്നത്. അപ്പൊ ഒരു ഓഫീസറിന്റെ അടുത്ത് കിട്ടേണ്ട റെസ്പോൺസ് അല്ല എനിക്ക് ഈ സമയത്ത് കിട്ടണത്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ടർ അല്ല ഓപ്പോസിറ്റ് എങ്കിൽ നമുക്ക് അത് വരില്ല, നമുക്ക് അതിനുള്ളൊരു സ്പേസേ അവിടെ കിട്ടില്ല. 15 മിനിറ്റ് ഉള്ള ഒരു സീനാണത്. 15 മിനിറ്റ് ഉണ്ടാവും. 15 മിനിറ്റ് വേറെ ആളാണെങ്കിൽ വേറെ എക്സ്പ്രഷൻ കൊടുക്കുമായിരുന്നു. ഇതുപോലെ വരില്ല, ഓപ്പോസിറ്റിൽ എന്താണോ വരുന്നത് അതുപോലെ തിരിച്ചു കൊടുക്കും.
ഈ ഇപ്പൊ മുമ്പൊരിക്കല് ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു സെറ്റിൽ ചെന്നില്ലെങ്കിൽ കഥ കേൾക്കാൻ നേരത്ത് കോമ്പിനേഷൻ സീനിൽ ആരാണ് അഭിനയിക്കുന്നതെന്ന് അറിയാൻ നേരത്ത് ഇപ്പൊ KFC ലളിത ചേച്ചിയൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരി തൃപ്തി എന്ന് പറയുന്ന സംഗതി. കാര്യം കൂടെ അഭിനയിക്കുന്നവർ എത്രയും പെർഫെക്റ്റ് ആണോ അതായിരിക്കും നമ്മുടെ അഭിനയത്തെ ജഡ്ജ് ചെയ്യുന്നത്. അത്തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ആരോട്? എന്നോടാണ്. ഉറപ്പായിട്ടും ഈ പറയുന്ന കൂടെ നിൽക്കുന്നവർക്ക് നന്നായി വരുമ്പോഴേ സീനും നന്നാവുള്ളൂ, സിനിമയും നന്നാവുള്ളൂ, നമ്മുടെ പെർഫോമൻസും നന്നാവുള്ളൂ, എല്ലാം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സീൻ ഒരിക്കലും അങ്ങനെ ഒന്നും ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും, അതായത് എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ള ഇതൊരു ടീം വർക്കാണ്. അതാ ക്രിക്കറ്റ് കളി പോലെയുള്ള ഒരു ടീം വർക്കാണ്. ഒരാൾ മാത്രം ഷൈൻ ചെയ്യാന്നുള്ളതൊന്നും ഒരിക്കലും ആലോചിക്കാൻ പാടില്ലാത്തൊരു, എല്ലാവർക്കും ആ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വേണം, അതിലൊരു സംശയമില്ല. അപ്പോഴാണ് അത് സീൻ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ആവുള്ളൂ. പൊളിക്കണം എനിക്ക് എന്നുള്ള രീതിയിൽ എല്ലാവരും ആലോചിക്കണം. പക്ഷെ ഒരാൾ താന്നു പോയാൽ അയാൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് മറ്റേ ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്, ചിലപ്പോൾ ചില സാധനങ്ങൾ ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും. അതുപോലെ തന്നെ അയാൾ നമ്മുടെ അടുത്തും പറയുമായിരിക്കും. അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ആ ഗ്രൂപ്പ്, നമുക്ക് നേരത്തെ പറഞ്ഞു വേണ്ടെന്നറിയാം. ഞാൻ സീനിയറാണ്, ഇതൊന്നും ആവശ്യമില്ല. ഒരു ടീം വർക്കിൽ നമ്മളെ എല്ലാം ഉൾക്കൊള്ളാൻ പഠിക്കും അല്ലേ? ചിലപ്പോൾ നല്ല സജഷനായിരിക്കും ബേസിൽ പറയുന്നത്. ബേസിൽ ഒന്നും എൻ്റെ പറയാൻ അത് നല്ലതാണെങ്കിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അത് ഈ ഈഗോ എന്നുള്ള പരിപാടി ഉള്ളവർക്കൊന്നും ഈ കോമഡി എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു റിയാക്ഷൻ കൊടുക്കാൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ആ സാധനം എങ്ങനെ ഇടേണ്ടത് എനിക്ക് അറിയില്ല. എനിക്കൊരു ബേസിലാണ് കാണിച്ചു തന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബേസിൽ കാണിച്ച പോലെ ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ചില നമുക്കത് ചെയ്യാൻ അറിയാൻ പാടില്ലാണോ സമയത്ത് നമുക്കത് എന്താണെന്നുള്ളത് വരില്ല. അപ്പോഴായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് വേണ്ടി അത് ചെയ്തു തരുമ്പോ അത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ ഈ സിനിമയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയിട്ടെ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ. ഈ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ വൈചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു കോമഡി വർക്ക്ഔട്ട് ചെയ്യുന്നതില്? അല്ല, അതിന് തൊട്ട് മുമ്പ് മൂമെന്റിൽ അഭിനയിച്ചു. ചെറിയ വേഷമാണ്, അത്രേ ഉള്ളൂ. എല്ലാം പറ്റും. ജിത്തുവിനൊരു സീരിയസ് പടം ചെയ്യാൻ പറ്റും, ഒരു തമാശ പടം ചെയ്യാൻ പറ്റും. അയാളുടെ ഉള്ളിൽ ഹ്യൂമറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ നറേറ്റ് ചെയ്യുന്നതൊക്കെ, നറേറ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. പുള്ളിക്ക് ഒരു കോമഡി പടം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അത് എൻ്റെ തെളിവാണത്. ഓൾറെഡി മൈബോസിൽ തെളിയിച്ചിട്ടുണ്ട്. വളരെ സുപ്രധാനമായ ഒരു തെളിവ്. ത്രില്ലർ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജിത്തു സാർ ഇപ്പൊ ദൃശ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആള് സീനാണ്. മീൻസ് ആ സാധനം മുമ്പ് ജിത്തു സാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പല ആളുകൾ. ഈ ഷോട്ട് എടുത്ത് വരട്ടുക എന്നൊന്നും അല്ല, ഇത് അല്ല, അത് ജിത്തു എപ്പോഴും പറയുന്നതാണ്. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ് എപ്പോഴും പറയുന്ന കാര്യമാണ്. കറക്റ്റായിട്ട് കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഷോർട്ട്സ് എടുക്കുള്ളൂ, അല്ലാതെ ഇങ്ങനെ എടുത്ത് വരട്ടി അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഈ ഒരു ബേസിൽ എന്നൊരു ആക്ടർ കൂടെ ഇപ്പം എക്സ്റ്റാബ്ലിഷ് ആയിരിക്കുകയാണല്ലോ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി സ്റ്റാർ കാര്യങ്ങൾ, അതുപോലെ ഡയറക്ടർ ചെയ്യുന്ന ചിത്രങ്ങളും ആക്ടർ ചെയ്യുന്ന ചിത്രങ്ങളും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സോണിലാണ്. ഡയറക്ടർ എന്തും ചെയ്യും, പറക്കുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു ഡയറക്ടറാണെങ്കിൽ, നേരെ തിരിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തെ മുൻനിർത്തിയുള്ള ആക്ടറാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. ഇത് രണ്ടും രണ്ട് സോണിലാണല്ലോ. അല്ല, ഡയറക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ആക്ടേഴ്സ് തന്നെ വെച്ചിട്ട് നമ്മുടെ എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റെ മനസ്സിലുള്ള കഥകളൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് കഥകളാണ്. കുറച്ചുകൂടെ ഫാൻറ്റസിയും കുറച്ച് ലാർജർ ദാൻ ലൈഫും കുറേ കൂടെ വേറെ തന്നെ സോണിൽ നിൽക്കുന്നത്, കുറച്ചുകൂടെ മുത്തശ്ശി കഥകളുടെയൊക്കെ ഒരു സ്വഭാവമുള്ള കഥകളൊക്കെയാണ് എൻ്റെ കോമിക്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ സ്പേസിലാണ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള കഥകളുള്ളത്.
ആക്ടർ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി എനിക്ക് വരുന്ന കഥകളൊക്കെ അങ്ങനത്തെയാണ്. അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. ഈ പറഞ്ഞ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമ എനിക്ക് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ, പക്ഷേ എൻ്റെ ശരീരവും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോയോ അമാനുഷികതയോ അല്ലെങ്കിൽ തന്നെ ഒത്തിരി ഫാൻറ്റസി ഉള്ള അങ്ങനത്തെ കഥകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഡെഫിനറ്റ്ലി അത് വരാൻ എനിക്ക് ചെയ്യാനും താല്പര്യമുണ്ട്. പക്ഷേ 100% ആക്ടർ എന്നുള്ള രീതിയിൽ ആൾക്കാർ നമ്മുടെ ഒരു രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് കണ്ടിട്ടുള്ള മുഖങ്ങളുടെയൊക്കെ ഒരു സ്വഭാവത്തിലുള്ള ക്യാരക്ടേഴ്സൊക്കെയാണല്ലോ എഴുതുക. പക്ഷേ ഡെഫിനറ്റ്ലി രണ്ടും ഒരേപോലെ ആയാലും ബോറടിക്കും. ഇടയ്ക്ക് ഇതൊക്കെ ചെയ്ത് മടുക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പോയിട്ട് വരുമ്പോൾ വേറൊരു ഫ്രഷ്നസും വരുമല്ലോ ഡെഫിനറ്റ്ലി. മുമ്പ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബേസിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു. ഈ ഫാമിലി, ഡയറക്ടർ, ആക്ടർ ഈ സാധനത്തിനെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു? അത് മാനേജ് ചെയ്യാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി. അത് ഈ പറയുന്ന പോലെ രണ്ട് സ്പേസ് ആണല്ലോ. ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അതിന്റെ റൈറ്റിംഗ് മുതൽ അതിന്റെ എക്സിക്യൂഷൻ മുതൽ കുറേ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. അതേസമയം ആക്ടർ എന്നുള്ള രീതിയിൽ പെട്ടെന്നാണ് ലീഡ് ആക്ടറൊക്കെ ആവുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസ് എത്തുന്നത്. അത് ഞാൻ ഒട്ടും ആന്റിസിപ്പേറ്റ് ചെയ്തതല്ല, എൻ്റെ പ്ലാനിലുള്ളതല്ലായിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയി. ഇപ്പോൾ ജീത്തു ജോസഫ് എന്ന് പറയുന്ന പോലത്തെ ഒരു വലിയ ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ സിനിമ കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഞാനാണ്. അതിൽ നുണക്കുഴി എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റിയാണ്. ആ ആക്ടറിന്റെ ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമ അല്ലെങ്കിൽ ദൃശ്യം 2 ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സിനിമ, ദൃശ്യം 2 കഴിഞ്ഞു, നേര് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യേണ്ടത് എൻ്റെ കൂടെ. ഞാൻ കാരണം ഇനി അദ്ദേഹത്തിന് ഒരു ഫെയിലിയർ ഉണ്ടാവരുത്. അപ്പോൾ അതിനെനിക്ക് എന്താണ് എഫേർട്ട് ഇടാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ സിനിമകൾക്കും എഫേർട്ട് കൂടുതലാണ്. ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓരോ സിനിമ വർക്കാവും തോറും അടുത്ത സിനിമയ്ക്ക് ആൾക്കാർ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ കാശ് മുടക്കുന്നത്, ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവരോടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും കൂടുതലാവും തോറും അതിന് കുറേ സമയം സ്പെൻഡ് ചെയ്യണം. ഡയറക്ടർ എന്നുള്ള രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യണം. ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളുടെ വലിപ്പം വലുതായതുകൊണ്ട് അതിന് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം. ചെറിയ സിനിമയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അതിന് അതിൻ്റെതായ അതേസമയം ഫാമിലിയായി കൂട്ടിയായി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം കൂടെ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. പിന്നെ അപ്പം അങ്ങനെ ഈ കുട്ടിയുടെ വളർച്ചയൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിരിക്കണമെന്നൊക്കെ തോന്നാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ അധികം ചില സമയത്തൊന്നും താല്പര്യമില്ല. പിന്നെ ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വരെ ലിഫ്റ്റിൽ കയറാൻ നേരത്ത് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു, അപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് നമുക്കത് ഡെയിലി അതിപ്പോ അപ്പൊ അത് എല്ലാവർക്കും അതുള്ളതാണല്ലോ, എല്ലാവരുടെയും ഇതിന്റെ ഭാഗമാണല്ലോ. അങ്ങനെയാണല്ലോ. വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി പരിപാടികളൊക്കെ നടക്കണ്ടേ. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ ഗ്രേസ് ഇപ്പം ആക്ട്രസ് എന്ന നിലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഉർവശി ചേച്ചിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരം ക്യാരക്ടേഴ്സിനെയും ഭയങ്കര ഗംഭീരമായിട്ട് പോർട്രേ ചെയ്യാൻ കഴിയുന്ന ആക്ട്രസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഒരേ സമയത്ത് തന്നെ നായക തുല്യമായിട്ടുള്ള ക്യാരക്ടേഴ്സും ഇപ്പൊ വേണമെങ്കിൽ എന്തും ചെയ്ത് കളയുന്ന തരത്തിലേക്കുള്ള ക്യാരക്ടേഴ്സും എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഇപ്പൊ സഹനടിയായിട്ടാണ് എല്ലാം ഒരേ ടൈമിൽ കൊണ്ടു നടക്കുന്ന തരത്തിൽ നമ്മൾ പല സിനിമകളെയും കണ്ടിട്ടുണ്ട്. ഒരു ആക്ട്രസ് എന്ന നിലയിൽ പലപ്പോഴും കിക്ക് വരുന്നത് എന്താണ്? തരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. എനിക്ക് അടങ്ങാത്ത ഒരു ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതില് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളത് ഭയങ്കര അതിയായ കൊതിയുമുണ്ട്. അത് മാത്രമേ എനിക്ക് ചോദിച്ചാൽ ഒരു ഉത്തരവുള്ളൂ. അല്ലാതെ എനിക്ക് അറിയില്ല. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെങ്കിലും വൃത്തിക്ക് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു ഇത് മാത്രമേ. റിയാക്ഷൻ ഇടുകയാണ്. ഇതൊന്നുമല്ല, ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഒരു കോമാളിയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒന്ന് തിരിച്ചാ മുമ്പ് ഇപ്പൊ കുമ്പളങ്ങിൽ അഭിനയിച്ച ടൈമിൽ ഓഡീഷന്റെ വിഷ്വൽസ് ഇപ്പം ഞാൻ ഇന്നലെ ആ സംഗതി കണ്ടിരുന്നു. അപ്പം അതിൽ നിന്നുള്ള ഗ്രേസ് എത്രത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്രേസുമായിട്ട് എത്രത്തോളം എന്താണ് വളർച്ചയിലും സംഗതികളിലും ഗ്രേസ് എങ്ങനെയാണ് നോക്കിയത്? കുറച്ച് കൂടി. അതിനകത്ത് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു കൊതിയും ഇപ്പോഴും എനിക്കുണ്ട്. അതൊരിക്കലും പോകില്ല. അങ്ങനെയാണ്. ചെറുപ്പം മുതലേ ആരാണെന്ന് ഞാൻ സിനിമാനടിയാവണമെന്ന് പറഞ്ഞിരുന്നുള്ളൂ. എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട്. അപ്പോ ഇപ്പോഴും അത് തന്നെയുണ്ട്. ആ ഒരു സ്പാർക്കിലും ആ ഒരു ഫയറിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒരേ ഒരു സംഭവം കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി. എന്നെ കൊണ്ട് ഇത് പുള്ളി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത് എനിക്കിപ്പോൾ കോൺഫിഡന്റ് ആണ്.
ജിത്തു സാറുമായിട്ട് മുമ്പ് ജിത്തു സാറിന് വേണ്ടി റൈറ്റ് ചെയ്ത ഒരു 3ാമത്തെ ചിത്രമാണിത്. അപ്പൊ അതിന്റെ ആദ്യത്തെ 2 ചിത്രങ്ങളുടെയും ജോണർ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സോണിലേക്കാണ് നിങ്ങൾ ഇപ്പൊ ഈ പ്രാവശ്യം ഇരുന്ന് കഥ എഴുതിയത്. അപ്പം ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജിത്തു ജോസഫായിട്ടുള്ള ജിത്തുമായിട്ട് എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പിന്നെ ഞാൻ ഹ്യൂമർ എഴുതുന്നത് ആദ്യമാണെങ്കിലും ഫസ്റ്റ് ഞാൻ ജിത്തുവിനോട് പോയി പറയുന്ന ഒരു കഥ ഒരു കോമഡി ഡ്രാമയായിരുന്നു ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ജിത്തു കൂടുതലും ത്രില്ലർ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഡിഫറൻ്റായ ഒരു കഥ അന്നേരം ത്രില്ലർ പറഞ്ഞപ്പോഴാണ് അത് പെട്ടെന്ന് സിനിമയാവുന്നതും പിന്നെ 2ാമത്തെ ത്രില്ലർ വരുന്നതൊക്കെ. അങ്ങനെ ആണ് ഒരു അസോസിയേഷൻ വരുന്നത്. അപ്പം എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കഥ എത്രയും വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് ജിത്തു എന്ന് പറയുന്നത്. ഞാനത് നേരത്തെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഈ കൂമൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ ഞാൻ ഒരു 5 മിനിറ്റ് പോലും എടുക്കാതെ നിന്നുകൊണ്ടാണ് ജിത്തുവിനോട് കഥ പറയുന്നത്. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ അതിനകത്തിലൊരു സിനിമ ആ സ്പാർക്ക് ജിത്തുവിന് കിട്ടുകയും അപ്പോൾ എനിക്ക് അത്രയും നമുക്കൊരു ആക്സസ് ഉള്ള അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ എനിക്ക് വേറെ ഇല്ല. വേറെ ഇത് ആ ഒരു ദീർഘവർഷത്തെ സൗഹൃദത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് കിട്ടുന്നതായിരിക്കും അത്. അപ്പം അതാണ് ഒരു ഈ 3 സിനിമകൾ ഇങ്ങനെ അടുപ്പിച്ച് വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കംഫർട്ട് സോൺ ഞങ്ങളുടെ ഇടയിൽ കിടക്കുന്നുണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഡയറക്ടർ എടുത്ത് പോയിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്കാവുന്ന ഒരു സിനിമയാകാൻ പറ്റുന്ന ഒരു കഥയാണ്, വർക്ക് ചെയ്യൂ എന്ന് പറയാൻ നമുക്കൊരു സീനിയറായ ഒരു ഡയറക്ടർ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നാണ് ഞാൻ ഈ 3 സിനിമകളും ചെയ്തിരിക്കുന്നത്. 2 ത്രില്ലർ ജോണറിലും. അത് കുറച്ചും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ ഒരു വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ഏരിയയാണ് ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹ്യൂമറിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് നാളിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ച് ഒരു കോമഡി ട്രാക്കിലേക്ക് വരുന്നത്. നുണക്കുഴിയുടെ കഥ ഇരുന്നുകൊണ്ടാണോ പറഞ്ഞത്? നുണക്കുഴിയുടെ കഥ ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത്. നുണക്കുഴിയുടെ കഥയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുണക്കുഴിയുടെ കഥ നിന്നുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കഥയല്ല. അത് പെട്ടെന്ന് ഒരു കഥയായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ ഇപ്പം ബേസിലിൻ്റെ അടുത്ത് ഞാൻ കഥയല്ല പറഞ്ഞത്, സ്ക്രിപ്റ്റ് വായിക്കുകയായിരുന്നു. കഥയായിട്ട് പറഞ്ഞ 2-3 പേരുടെ അടുത്തുള്ള ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ കഥയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ കഥ കുറച്ച് പല ട്രാക്കിൽ പലയിടത്തും നടക്കുന്ന സംഭവങ്ങളാണത്. അപ്പോൾ ഈ കഥയിലെ ഈ സിനിമയിലെ ആൾക്കാർ തന്നെ യാതൊരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ലാത്ത പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അന്നേ ദിവസം ആ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ 2-3 സംഭവങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ഇവർ ലൈഫിൽ ഒരിടത്തും കാണില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ഒരു കഥ നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇരുന്നിട്ടാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കൂമൻ്റെ ലൊക്കേഷനിൽ ഇരുന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഈ ബേസിലിൻ്റെ പിന്നെ കുട്ടിയെ വിട്ടിട്ട് പോരുന്ന കാര്യം പറഞ്ഞു ഞാനത് ഇപ്പം ഇതിനകത്തിൽ കുറച്ച് കുട്ടിക്കളി കൂടുതലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ ദിവസം രാത്രിയിൽ ബേസിൽ എന്നെ വിളിച്ചു, ചേട്ടാ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പിന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നത്, നല്ല അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം മോളവിടെ ഉണ്ട്. മോള് പിന്നെ നടക്കുന്ന സൗണ്ട്, നമുക്ക് ഇത് ഈ മറ്റേ പാസരമല്ലേ, ഈ നടക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകുന്ന ഷൂ ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ സൗണ്ട് കേൾക്കാം. അപ്പം ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിച്ചപ്പം ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു ശരിയെന്ന് ബേസിൽ മോള് ഉറങ്ങിയില്ലല്ലോ, അപ്പം ഞാൻ വെക്കുക ഫോൺ എന്ന് പറഞ്ഞു. ചേട്ടാ അവള് നേരത്തെ ഉറങ്ങി. ഞാൻ പറഞ്ഞല്ല അവിടെ സൗണ്ട് കേൾക്കുന്നു, അത് അവളുടെ പാവ വെച്ച് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ നടന്ന സംഭവമല്ലേ, നടന്ന സംഭവം. അപ്പം ഈ പ്രശ്നം കൊച്ചു കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ സത്യമാണ്. ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു അതേ മെന്റാലിറ്റി ഉള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു കോടാനുകോടി സ്വത്തുള്ള ഒരു ബിസിനസിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്ന ഒരാളാണ് ഇതിലെ കഥാപാത്രം. ബേസിലെ ഒരു ദിവസം വൈഫ് കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് എന്തോ അരമണിക്കൂറാണ്ട് പുറത്തേക്ക് പോയപ്പോഴേ റീലിട്ടായിരുന്നു. വീട് മൊത്തം 2 പേരും കൂടെ കോളമാക്കി പുറത്ത് വന്നിരിക്കുക. അതോ അത് അല്ല, അവളെന്നെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ അത് കുറച്ചുകൂടെ ഫീഡ് ചെയ്യണ സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവൾ പുറത്തു പോയി. അപ്പോൾ ഞാൻ ഇവളെ എടുത്ത് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും ഇവൾക്ക് വിശക്കാൻ അങ്ങാണ്ട് തുടങ്ങി. അപ്പോൾ വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, പാലല്ലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കരച്ചിൽ മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഒരു കളിച്ച് നിർത്തുന്നില്ല. അപ്പം ഞാൻ മറ്റേ വാഷ് ബേസിനിൽ കുറച്ച് നേരം ഒന്ന് ഇറക്കി കൊടുത്തിട്ട് പൈപ്പ് ഓൺ ആയിക്കോട്ടെ, അപ്പോൾ കാലിലേക്ക് വെള്ളം വീഴുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അത് കൊള്ളാം, കുറച്ച് നേരം കരച്ചിലൊന്ന് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോൾ പിന്നെയും തുടങ്ങി. ഓ ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരു വഴിയില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വീട്ടിലെ ഫ്രിഡ്ജ് കണ്ടപ്പോൾ ഫ്രിഡ്ജൊന്ന് തുറന്ന് ഇതിനകത്തോട്ടുണ്ട്. ബോഡി
അകത്തൊക്കെ കയറ്റി ഇരുത്തിയില്ല. ഫ്രിഡ്ജ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വെളിച്ചമുണ്ട്, ഫ്രിഡ്ജിലെ വെളിച്ചം. അപ്പൊ അത് അതിൻ്റെ അകത്ത് കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു, ചോക്ലേറ്റ് ഒക്കെ ഇരിക്കുന്നു, അതൊക്കെ തണുപ്പുണ്ട്. അതൊക്കെ എടുത്ത് താഴോട്ട് ഇട്ട് കുറച്ചു നേരം. അത് കഴിഞ്ഞപ്പോൾ അതും ബോറടിച്ചപ്പോൾ പിന്നെ അത് ഫ്രിഡ്ജ് അടച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ നേരെ ലിഫ്റ്റിന്റെ അടുത്ത് കൊണ്ട് നിർത്തി. അമ്മ ഇപ്പോൾ വരും, ആ ലിഫ്റ്റിൽ നിന്ന് ഇപ്പോൾ വരും, ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് ഓരോ ലിഫ്റ്റും കയറി ഇറങ്ങുന്നതൊക്കെ നോക്കി അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് അപ്പോഴേക്കും അവള് വന്ന് നോക്കുമ്പോൾ കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ഫുൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ തുണിയേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഈ പരിപാടികളുടെ ഇടയിൽ ഓരോ സമയത്തായിട്ട് ഡ്രസ്സ് പോയി. മേത്ത് വെള്ളം നനഞ്ഞിട്ട് പാൻറ്റ് നനഞ്ഞു, ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറിയപ്പോൾ അപ്പൊ എല്ലാം മാറ്റി അവസാനം അവൾ വന്നിട്ട് ചോദിച്ചു, പോയപ്പോൾ ഫുൾ തുണിയായിട്ടിരുന്ന കൊച്ചാണല്ലോ, ഇപ്പൊ എന്ത് പറ്റി, എന്റെ കൊച്ചിന്റെ തുണിയൊക്കെ എവിടെയാണ്. ഒരുപാട് അടിപൊളി ക്യാരക്ടേഴ്സിനായി കാത്തിരിക്കുന്നു. എല്ലാ ആശംസയും. താങ്ക് യു.